മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ ഈ വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട് എസ്.കെ. യാദവിന് കഴിഞ്ഞ ദിവസം കൊളീജിയം താക്കീത് നൽകിയിരുന്നു. ഇരിക്കുന്ന പദവിയുടെ അനുസരിച്ച് വേണം സംസാരിക്കാൻ, അതിന്റെ അന്തസ്സ് പാലിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു പടി കൂടെ കടന്ന് ജഡ്ജി ശേഖർ കുമാർ യാദവ് പരസ്യമായി മാപ്പ് പറയണമെന്നു കൂടിയാണ് സുപ്രീം കോടതി കൊളീജിയം പറഞ്ഞിരിക്കുന്നത്. പ്രസംഗം മാധ്യമം വളച്ചൊടിച്ചു എന്ന ജഡ്ജിയുടെ നിലപാട് കൊളീജിയം തള്ളിയിരുന്നു. ഇന്നലെ തന്നെ ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നും കൊളീജിയം വ്യക്തമാക്കുന്നു. ധനസുമോദ് വിവരങ്ങൾ നൽകാനായി ചേരും. ധനസുമോദ് ഇന്നലെ ഒരു താക്കീത് നൽകിയെന്നുള്ള വാർത്ത വന്നപ്പോൾ തന്നെ ഇതൊരു താക്കീതിൽ ഒതുക്കി വിടാകുന്ന സംഭവമാണോ എന്ന് എന്നായിരുന്നു ആദ്യം മനസ്സിൽ വന്ന ചോദ്യം. പിന്നീട് ഇന്നിപ്പോൾ പരസ്യമായി മാപ്പ് പറയണമെന്ന് പറയുമ്പോൾ ആ പരസ്യ മാപ്പിലും ഈ നടപടി ഒതുങ്ങുമോ എന്നുള്ളതാണ്. എന്തായാലും പരസ്യമായി മാപ്പ് പറയണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് തന്നെ നീങ്ങേണ്ടി വരുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു സുമോദ്? ജിൽസി, കൊളീജിയം ചേരുന്നതിന് മുമ്പ് കൊളീജിയം കൂടാതെ ഫുൾ കോർട്ട് റഫറൻസ് കൂടി ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിവരം കൂടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മാത്രമല്ല, ഈ കൊളീജിയം ചേരുന്നതിന് മുമ്പ് തന്നെ ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന നിരവധി ആളുകളുമായി, അതായത് നിരവധി മുതിർന്ന ആളുകളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. വിരമിച്ച ജഡ്ജിമാർ, മുതിർന്ന അഭിഭാഷകർ എന്നിവരോട് ആലോചിച്ചതിന് ശേഷമാണ് ഈ ജഡ്ജിക്കെതിരെ ഏതൊക്കെ നടപടികൾ സ്വീകരിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കൊളീജിയം എത്തിച്ചേർന്നത്. അതിൽ പലതരത്തിലുള്ള ഉണ്ടായിരുന്നു. ഒരു വിഭാഗം പറയുന്നത് എസ്.കെ. യാദവിനെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തണം. മറ്റൊരു വിഭാഗം പറയുന്നത് ഈ അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് മറ്റൊരു ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് വേണ്ടത്. അതേസമയം ജഡ്ജസ് ആക്ട് പ്രകാരം ഈ എസ്.കെ. യാദവിനെ ഈ ജഡ്ജി സ്ഥാനത്ത് നിന്ന് റിമൂവ് ചെയ്യാൻ പോലും കൊളീജിയത്തിന് അധികാരമുണ്ട്. അത് ഉപയോഗിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഏതായാലും ആ തരത്തിലുള്ളൊരു ഘട്ടത്തിലേക്ക് സുപ്രീം കോടതിയുടെ കൊളീജിയവും ചീഫ് ജസ്റ്റിസും ഇതുവരെ കടന്നിട്ടില്ല. പക്ഷേ ഇതുവരെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എസ്.കെ. യാദവിൻ്റെ ന്യായീകരണങ്ങൾ പൂർണ്ണമായി തള്ളിക്കളയാണ്. എസ്.കെ. യാദവ് പറയുന്നത് UCC നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ മാത്രമാണ് താൻ പറഞ്ഞത്. ആ ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് ആ തരത്തിലുള്ള ഒരു ഭൂരിപക്ഷത്തിൻ്റെ അംഗീകാരം, അല്ലെങ്കിൽ ഭൂരിപക്ഷം ഒരു പ്രത്യേക മതവിഭാഗത്തെ അല്ല പറഞ്ഞത്, ഭൂരിപക്ഷം ജനങ്ങളെയാണ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. മാത്രമല്ല, മുസ്ലിം വിഭാഗത്തെ ആക്ഷേപിക്കുന്ന തരത്തിലല്ല താൻ ഉദ്ദേശിച്ചത്. അത് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുകയായിരുന്നു, വ്യാഖ്യാനിക്കുകയായിരുന്നു എന്ന തരത്തിലാണ് എസ്.കെ. യാദവ് പറഞ്ഞത്. ആ തരത്തിലുള്ള ഒരു ന്യായീകരണവും കൊളീജിയം അംഗീകരിച്ചിട്ടില്ല. പരസ്യമായി മാപ്പ് പറഞ്ഞേ തീരൂ എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കൊളീജിയം സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ജനങ്ങൾക്ക് മുമ്പിൽ എസ്.കെ. യാദവിനെ കുറിച്ചും ജുഡീഷ്യറിയെക്കുറിച്ചും വളരെ മോശമായിട്ടുള്ള ഒരു ചിത്രമാണ് നൽകിയിരിക്കുന്നത്. കാരണം ഒരു ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജി സ്ഥാനത്തിരുന്നു കൊണ്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയാനും ജനങ്ങളെ ഭിന്നിപ്പിച്ച് കാണാനും കഴിയുന്ന ഒരാൾ എന്ന രീതിയിൽ എസ്.കെ. യാദവിന് മാത്രമല്ല ഈ പ്രശ്നം ഉണ്ടാകുന്നത്, മൊത്തം ജുഡീഷ്യറിക്ക് അപമാനമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ ജനങ്ങളോട് തന്നെ ഇത് പരസ്യമായി തന്നെ തുറന്നു പറയണം, മാപ്പ് അപേക്ഷിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്.